ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി വേൾഡ്. എല്ലാവർക്കും വിജയദശമി ആശംസകൾ കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ LDC LGS VFAയുടെയും ഉടനെ തന്നെ വരും. പറഞ്ഞ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ധാരാളം കോമ്പറ്റീറ്റേഴ്സിനെ ആയിരിക്കും. ഓക്കെ, കാരണം നമ്മൾ പണ്ടത്തെ ആ ഒരു ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കട്ട് ഓഫ് ഒക്കെ വളരെയധികം കൂടുതലാണ് അല്ലേ. ഒരു 75-ന് മുകളിലൊക്കെയാണ് ഇപ്പോൾ മിക്കതും വരുന്നത്, മെജോറിറ്റി. ഓക്കെ, അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത്രയ്ക്കധികം കോമ്പറ്റീഷൻ ഉണ്ട് ഈ ഒരു സംഭവത്തില്. മാത്രമല്ല അത്രയും ഒരു ബെഞ്ച് മാർക്ക് കൂടി വരികയാണ് അല്ലെ. അപ്പോൾ ഈ ഒരു ലെവലിലോട്ടൊക്കെ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേയധികം കാര്യങ്ങൾ ചെയ്യണം അല്ലെ. ഒന്നാമത്തെ കാര്യം, ഞാനിത് മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നമ്മളൊരു 90ക്ക് മുകളിലെങ്കിലും മാക്സിമം അറ്റംപ്റ്റ് എടുക്കാൻ നോക്കണം. ഞാൻ ശ്രമിക്കാറുള്ളത് അത് അങ്ങനെയാണ് കേട്ടോ. കാരണം അത്രയും അറ്റംപ്റ്റ് എടുത്താലേ നെഗറ്റീവ് ഒക്കെ കഴിച്ച്, നെഗറ്റീവ് ഡിലീഷൻ ആൻസർ ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് നമുക്കൊരു 75-ന് അതുപോലെ തന്നെ 85-നൊക്കെ ഇടയിൽ നിൽക്കുള്ളൂ മാർക്ക്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അത്രയും എന്താണ് നെഗറ്റീവ്സ് കുറയ്ക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നതെല്ലാം ശരിയാവുകയും അല്ലെങ്കിൽ അതിൽ 1-2 ഒക്കെ ഡിലീഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, എന്തായാലും നമുക്കൊരു 72-ന് മുകളിലെങ്കിലും ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം അല്ലെ. കാരണം ഈ ഒരു റേഞ്ച് ഇപ്പോൾ ഇതൊരു ബെഞ്ച് മാർക്ക് പോലെ ആയിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഇന്നതായിരിക്കും കട്ട് ഓഫ്, പക്ഷെ ചിലപ്പോൾ അവർ ഇപ്പോൾ 72 മാർക്ക് കിട്ടിയ ആൾക്ക് വരെ എന്താണ് കട്ട് ഓഫ് വേണമെങ്കിൽ 71.67 അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. അപ്പോൾ കട്ട് ഓഫ് കടന്നാൽ പോലും റാങ്ക് ലിസ്റ്റിൽ എന്താണ് താഴേക്ക് വരുള്ളൂ അല്ലെ. അപ്പോൾ നമുക്ക് വെറുതെ കട്ട് ഓഫ് കടന്നാൽ മാത്രം പോരാ, കുറച്ചും കൂടി എന്താണ് ടോപ്പ് റാങ്കിൽ എത്തണം അല്ലെ. ഈ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്തൊരു എക്സാമിന് വേണ്ടി പഠിക്കാൻ ശ്രമിക്കുന്നത് അല്ലെ. സോ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന എക്സാംസിനൊക്കെ അത്യാവശ്യം ടൈം ഉണ്ട് അല്ലെ. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നമുക്ക് സാവധാനത്തിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു ടൈമിലേക്ക് നിങ്ങൾ എക്സാമിന് വേണ്ടി ഇരിക്കുമ്പോൾ എന്തൊക്കെ ആ ഒരു എക്സാം എഴുതാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ സ്റ്റഡീസിൽ എൻഷുർ ചെയ്യേണ്ടത്. ഓക്കെ, വാട്ട് വുഡ് ബി ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു എൻഷുർ ഫോർ യുവർ സ്റ്റഡീസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കഴിഞ്ഞ ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് നിങ്ങൾക്ക് അടുത്തതിൽ കൊണ്ടുവരാൻ സാധിക്കും അടുത്തൊരു പഠനത്തിൽ. കാരണം ഇത് നമ്മുടെ വലിയൊരു നിങ്ങൾക്ക് അതായത് ഞാൻ പറയട്ടെ, മിക്കവർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇപ്പോഴെന്താണ് അല്ലെ. എപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, വാട്ട് യു ആർ ഡൂയിങ് നൗ എന്നുള്ളത്. എപ്പോഴും എന്താണ് സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. പലരും ചോദിക്കും ഇത്രയും വയസ്സായില്ലേ, എന്താണ് ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പോൾ ചോദിക്കുന്നവർക്ക് അതൊരു നിയർലി ഒരു ചോദ്യം, ഇത് വെറുതെ കിട്ടാത്തൊരു മുതിരിക്ക് വേണ്ടി ഇരിക്കുകയാണോ, സമയം കളയാണോ എന്നുള്ളത്. അത് നമ്മൾ എത്രത്തോളം ഹോണ്ട് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പോൾ നമ്മൾ ആക്ച്വലി വെറുതെ ഐഡിയലായിട്ടൊരു മൂലയ്ക്ക് ഇരിക്കുകയല്ല, നമ്മൾ ആക്ച്വലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലെ. പഠിക്കുക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ നമ്മളൊരു PSC എക്സാമിന് പഠിക്കുകയാണെങ്കിൽ കൂടി അതെന്ന് പറയുന്നത് നമ്മൾ എന്തോരം സബ്ജക്ട്സ്, എന്തോരം കാര്യങ്ങൾ അതിൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. അതിൻ്റെ കൂടെ നമ്മൾ ഡേ ടു ഡേ ലൈഫിലുള്ള കറണ്ട് അഫയേഴ്സും പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. വെറും 100 ചോദ്യത്തിലാണ് നമ്മളുടെ ഭാവി ഇരിക്കുന്നതെങ്കിലും ആ ഒരു 100 ചോദ്യത്തിന് അപ്പുറം ഒരു 10,000-10,000 മടങ്ങെങ്കിലും നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങൾ അല്ലെ. മാറി വരുന്ന ടെക്സ്റ്റുകൾ നോക്കണം, അതിന്റെ എക്സ്ട്രാ റെഫറൻസുകൾ നോക്കണം, ഡേ ടു ഡേ ലൈഫിലുള്ള കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ പുതുതായി വന്നു നോക്കണം അല്ലെ. കുറേ കാര്യങ്ങളാണ്. സോ നമ്മൾ വലിയൊരു റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിസ്ക് എടുത്ത് തന്നെയാണ് ഈ ഒരു സംഭവത്തിന് പഠിക്കാൻ ഇറങ്ങിയേക്കണേ അല്ലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏജ്, നമ്മുടെ ടൈം, നമ്മളുടെ ഹാപ്പിനെസ്, പലരും എന്താണ് അവരുടെ ഡെയിലി ലൈഫിൽ വളരെയധികം സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ഈ ഒരു പഠനത്തിന് വേണ്ടി ഇരിക്കുന്നത്. സോ നമ്മൾ റിസ്ക് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫൈറ്റേഴ്സ് തന്നെയാണ്. കാരണം നമ്മളുടെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇൻ ഓർഡർ ടു അച്ചീവ് എ ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്ന ആ ഒരു ഡ്രീം ജോബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ തോറ്റു പോവുകയാണെങ്കിലും മേ ബി ഞാൻ പറഞ്ഞ ഒരു 1% ലക്ക് ഉണ്ടെന്ന്, അത് നമുക്ക് അൺഫേവറബിൾ ആയിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മൾ തോറ്റു പോവുകയാണെങ്കിൽ നമുക്ക് മാന്യതയോടുകൂടി പറയാൻ പറ്റണം അല്ലെ. നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടാണ് തോറ്റത്, അല്ലാതെ വെറുതെ ഇരുന്നിട്ട് നമുക്ക് നാളെ ഒരു റിഗ്രറ്റ് വരരുത്, ഞങ്ങളൊന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ്, എന്തെങ്കിലും പുതുതായിട്ട് ചിന്തിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാത്തത് കൊണ്ടാണ് എൻ്റെ സ്റ്റഡീസിൽ ഇങ്ങനെ ഒരു സംഭവം വന്നതെന്ന് നമുക്കൊരു തോന്നൽ വരരുത്. സോ നമ്മൾ ഇനി ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഇതുവരെ മുൻപ് ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റഡീസിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ്, എസ്പെഷ്യലി PSC ഇപ്പോൾ വരാനിരിക്കുന്ന കുറേയധികം എക്സാംസുകൾക്ക് വേണ്ടി പഠിക്കാനിരിക്കുന്നവരാണെങ്കിൽ, അതിപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെങ്കിലും
കോച്ചിങ് എടുത്തിട്ടുള്ളവരാണെങ്കിലും അവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് ഞാൻ ഓൾറെഡി മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞ് ഞാൻ October 6 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡെയിലി ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇത് രണ്ട് കൂട്ടർക്കും ഹെൽപ്ഫുൾ ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും, സെൽഫായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായിട്ട് ഒരു ഡെയിലി ബേസിസിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ അവർ നോക്കും, അടുത്ത ദിവസം അടുത്ത വിഷയങ്ങൾ നോക്കും, അങ്ങനെ നോക്കിപ്പോകും. ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും, PYQs, അങ്ങനെ കുറച്ച് ഡെയിലി ടെസ്റ്റ്, ഏതെങ്കിലുമൊക്കെ മോക്ക് എക്സാമുകളോ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും അല്ലെ. അവരുടേതായ രീതിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളതൊക്കെ യൂട്യൂബിലെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തോ അങ്ങനെയൊക്കെ ചെയ്ത് വളരെയധികം പഠിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും. ഓക്കെ, ദെൻ കോച്ച് ചെയ്യുന്നവരെന്താണ്, അവർക്ക് ഓൾറെഡി മെറ്റീരിയൽസ്, റിസോഴ്സസ് ഒക്കെ ആ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിൽ ക്ലാസ്സുകളുണ്ടാവും. ക്ലാസ്സസ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1.5 hours ഒക്കെ എല്ലാത്തിനും മിക്കതിനൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 1 മണിക്കൂറിനോട് അടുപ്പിച്ചൊക്കെ. ഈ പറഞ്ഞ രണ്ട് കൂട്ടർക്കും ഈ പറയുന്ന സാധനം എങ്ങനെ പ്രയോജനപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ October 6 സ്റ്റാർട്ട് ചെയ്യുന്ന ടെസ്റ്റ് സീരീസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഡേയിൽ എന്ത് ചെയ്യും, ഒരു സ്റ്റഡി പ്ലാൻ തരും. ആൻഡ് ഞാൻ അതിൽ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഒരു സ്പെസിഫിക് ടൈം ലിമിറ്റും കൂടെ ഓരോ സബ്ജക്റ്റിനും വെക്കാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, എത്ര ടൈം പഠിക്കണം എന്നുള്ളത്. അതിനപ്പുറം പിന്നെയും ആ ഒരു സബ്ജക്റ്റിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്, കിടക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റഡീസ് എപ്പോഴാണെന്നറിയോ ക്വാളിറ്റി ഉള്ളതാവുക. ഓക്കെ, വി വോണ്ട് ടു മേക്ക് അവർ സ്റ്റഡീസ് മോർ, എന്താ പറയാ, ഇഫക്റ്റീവ് അല്ലെ. അപ്പൊ അതൊരു ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ആ ഒരു ഏരിയ, ഏതെങ്കിലും ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു ഏരിയ, ഒരു സബ്ജക്റ്റിലെ ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ നിന്ന് വിത്തിൻ ദ ലിമിറ്റ് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. നമ്മുടെ സ്റ്റഡീസിന്റെ ഒരു ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണ് ഇഫക്റ്റീവായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു മണിക്കൂർ, ഒരു മണിക്കൂറിലാണ് പഠിക്കണമെങ്കിൽ ആ ഒരു മണിക്കൂർ നമ്മൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കണം അല്ലെ. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കണം. വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. ഓക്കെ, മനസ്സ് ഇരുത്തി നമുക്ക് എന്ത് ചെയ്യണം, അത് വെറും ബൈ ഹാർട്ടല്ല, നമുക്കത് വളരെയധികം അത് ആ ഒരു സാധനം പഠിച്ചതിൽ നിന്ന് നമുക്ക് അറിവ് ലഭിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പെസിഫിക് ടൈം നമ്മളിപ്പോൾ ഇത്ര സബ്ജക്ട്സ് ആയിരിക്കും ഒരു ദിവസം പറയാം. ഓക്കെ, ഇത് നമുക്ക് സാവധാനം ഓരോ ദിവസവും പതുക്കെ ഇത്ര സബ്ജക്ട്സ് വെച്ചിട്ട് ഒരു സ്പെസിഫൈഡ് ടൈം ലിമിറ്റിൽ പഠിക്കണം. അതും മോർണിംഗ് ടു ഈവനിങ് വരെ നമുക്ക് ടൈം കിട്ടുകയാണ്. തലേ ദിവസം നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അല്ലെ. അതിനുശേഷം ഈ ടൈം വെച്ചിട്ട് നമ്മൾ ഓരോ സബ്ജക്ട്സ് തീർക്കുകയാണ്. പിന്നെ നമ്മൾ നൈറ്റിൽ എന്ത് ചെയ്യാണ്, നൈറ്റിൽ ഇതിന്റെ എക്സാം, അതായത് ഒരു ടെസ്റ്റ് പോലെ നടത്തുകയാണ്, ലൈക്ക് ഒരു ക്വിസ് പോലെയാണ്. അതിൽ വേണ്ട റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഓക്കെ, നമുക്ക് യൂഷ്വലി അറിയാവുന്ന കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ലല്ലോ. മിനിമം ഒരു 20 മിനിമം ആണ് ഇത്. ഓരോ ഡേയിലും സബ്ജക്റ്റിന്റെ വാസ്റ്റ്നെസ് അനുസരിച്ച് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടാം. ഓക്കെ, അങ്ങനെ ഇത് നമ്മൾ അന്നന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു ടൈം ഗ്യാപ്പിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ രാത്രിയിൽ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വതേ നമ്മൾ എന്താ ചെയ്യാം, അന്നന്ന് പഠിക്കുന്നത് ഓക്കെ പഠിക്കും, അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ വേണമെങ്കിൽ എന്താണ് റിവൈസ് ജസ്റ്റ് അങ്ങനെ ആലോചിച്ച് നോക്കും അല്ലെ, ഇന്ന് പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തെടുക്കാം, നമുക്ക് ഓർമ്മയുണ്ടോന്ന്. അതിനപ്പുറം നമ്മളൊരു ചോദ്യം കാണണം, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കിയെന്നും കൂടെ അറിയാൻ പറ്റുകയാണ് അല്ലെ. മാത്രമല്ല നമ്മള് ഡെയിലി എന്ത് ചെയ്യാണ്, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഒരു 80 എബവ് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 3 times എങ്കിലും നമ്മളുടെ റിവിഷൻ നല്ല രീതിയിൽ നടക്കണം. ഈ പറഞ്ഞ ടോപ്പ് റാങ്കിൽ എത്തിയിട്ടുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും ഈ റിവിഷനാണ് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. സോ റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ഡെയിലിയും കൂടെ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ. ഇനി നമ്മൾ ഈ ഒരു സെഷൻസ് ഒക്കെ കഴിഞ്ഞ്, അതായത് ഡെയിലി ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഓരോ സബ്ജക്ട്സിലും നമുക്ക് സിലബസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ റിവിഷനും കൂടെ ഇതിന്റെ ഒപ്പം റിവിഷൻ ടെസ്റ്റ് പോലെയും നടത്തും. അപ്പോൾ നിങ്ങൾക്ക് എത്ര മടങ്ങ് റിവിഷൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. സോ നമ്മൾ വളരെയധികം റിഫൈൻഡ് ആയിരിക്കും. അടുത്തൊരു എക്സാമിന് പോകുമ്പോഴത്തേക്കും നമ്മൾ പക്കാ സെറ്റ് ആയിരിക്കും. ഓക്കെ, കാരണം നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോ ദിവസം കഴിയുമ്പോൾ ഇത്ര ശതമാനം വെച്ചെങ്കിൽ അതെന്താ നമ്മുടെ മെമ്മറിയിൽ നിന്ന് ചിലപ്പോൾ അധികം നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വളരെയധികം അതിനെങ്ങനെ പോളിഷ് ചെയ്ത് വളരെയധികം നമ്മൾ റിഫൈൻഡ് ആയിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന റിവിഷൻസിന് അത്രമേൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അത് ഡെയിലി പ്ലസ്
അവസാന ടൈമിൽ കുറച്ചും കൂടി, അതായത് ഈ ഒരു എക്സാമിനോട് അടുക്കുമ്പോൾ കുറച്ചധികം നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ. ഈ ഒരു എന്താണ് ഇതിന് ഞാൻ ജസ്റ്റ് 80 rupees per month ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഡെയിലി നമ്മൾ പറയുമ്പോൾ എത്രയുണ്ട്, ഇപ്പോൾ അത്രയും 20 ചോദ്യങ്ങൾ മിനിമം ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം ചോദ്യങ്ങൾ നമ്മൾ ഒരു മാസം കാണുന്നുള്ള വിത്തിൻ ദ സബ്ജക്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, റാൻഡം ആയിട്ടൊരു ദിവസം വന്ന് ഇതൊക്കെ ചോദിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. നമ്മൾ ഈ പറയുന്ന എക്സാംസിന് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ PYQസിന്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്കറിയാലോ. ധാരാളം PYQസും നമുക്ക് വാലിഡ് ആണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഞാൻ എന്ത് ചെയ്യും, ഈ പറയുന്ന ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ എന്താണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റഡീസിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ നമുക്ക് ഇതുവരെ വന്ന PYQസിന്റെ ചോദ്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ഡേയിലും മാക്സിമം ഡെയിലി ഇടാൻ നോക്കാം, അല്ലെങ്കിൽ ഒന്നരാടം എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്താണ് ഓരോ ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യം ഞാൻ ജസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. അതായത് എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ചോദ്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടാവുമല്ലോ, ആ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ കവർ ചെയ്യണം. അത് ആ ഒരു സ്പെസിഫൈഡ് ഏരിയയിലുള്ള ഒരു ടോപ്പിക് മാത്രം മതി. ഇപ്പൊ ഒരു വേൾഡ് വാർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വേൾഡ് വാറിന്റെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. പകരം ഇപ്പൊ വേൾഡ് വാറിനെ റിലേറ്റഡ് ആയിട്ട് അതിന്റെ സ്പെസിഫിക് ഇൻസിഡന്റ് ആണെങ്കിൽ ആ ഇൻസിഡന്റിനെ കുറിച്ച്, അത് ഏത് വർഷം നടന്നു, എന്ത് റിലേറ്റഡ് ആയിട്ട് നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കാട്ടോ. വിത്ത് എന്താണ് അതിന്റെ SCRT ബേസ്ഡ് ഫാക്ട് എന്നുള്ള രീതിയിലൊരു പോലെ റിലേറ്റഡ് ഫാക്ട് എന്നുള്ള രീതിയിൽ പോലെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, കാരണം ഇപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിന് ഇപ്പൊ നമ്മളൊരു 6 months, ഈവൻ ദോ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിൽ കൂടി 6 months നമ്മൾ കണക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 6 മാസം കൊണ്ട് നമ്മളൊരു 6 മാസത്തേക്കാണ് വിചാരിക്കുന്നത് പഠിക്കുന്നത്. അതായത് ഈ ഒരു എക്സാമിന് അത്രയും ടൈം ഉണ്ടെന്ന് വിചാരിക്കും കേട്ടോ, അങ്ങനെയാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു 3 months, നമുക്കറിയില്ല എപ്പോഴാണ് എന്താണെന്നുള്ളത്. 3 months അങ്ങനെയാണെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രെസ്ഡ് ആയിട്ട് പോകേണ്ടി വരരുത് എക്സാമിന്. ഓക്കെ, വളരെ കാം ആൻഡ് കൂൾ ആയിട്ട് നമുക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം. കാരണം നമ്മളൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു തോന്നലോട് കൂടിയാണ് നമ്മളൊരു എക്സാമിനെ സമീപിക്കുന്നതെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടി നമ്മുടെ കണ്ണിൽ അത് കണ്ടാൽ പോലും നമ്മുടെ ബ്രെയിൻ അത് ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യണമെന്നില്ല. ഓക്കെ, അത് എൻ്റെതായ ഒരു അനുഭവം കൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ നമ്മൾ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് വേണം നമ്മൾ ചെയ്യണം. പിന്നെ അടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസം എന്താണ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എത്ര സമയം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് എന്താണല്ലോ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾ സ്പെയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ആവണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള സ്റ്റഡീസിൽ ഇൻവോൾവ് ആണെങ്കിലും, അത് സെൽഫായിട്ട് പഠിക്കുന്നവരാണെങ്കിലും കോച്ച് ചെയ്യുന്നവരാണെങ്കിലും, നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി എന്താ സൂപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ഞാൻ again പറയുന്നു, ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യാം. അതിൽ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് October 5th നമ്മൾ എന്താണ് പഠിക്കേണ്ടതെന്നൊക്കെ പറയാം. അപ്പോൾ നേരത്തെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെയുള്ള ക്വിസുകൾ വരുമ്പോൾ നമുക്ക് പെൻഡിങ് വരും. അപ്പോൾ അന്നന്ന് ചെയ്യുന്നത് അന്നന്ന് തന്നെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കാം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കത് എന്താണ് നല്ല രീതിയിലാവുള്ളൂ. നമുക്ക് ബൈൻഡിങ് ആയിട്ടുണ്ടാവും. ഒരു ദിവസം ഞാൻ ചെയ്യണം എന്നുള്ളത് എൻ്റെ വാശിയാണ്, അല്ലെങ്കിൽ എനിക്ക് രാത്രി ചെയ്യാനുണ്ട്, പരീക്ഷയുണ്ട്. നമ്മളിപ്പോൾ കോളേജിലൊക്കെ എക്സാം വരുമ്പോൾ പറയില്ലേ, അതായത് നമുക്ക് ഈ സെമിസ്റ്റർ എക്സാം പോലെ അതിന് മുൻപുള്ള എക്സാം എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മളോട് പറയില്ലേ, എന്താണ് പഠിച്ചേ പറ്റുള്ളൂ, നമ്മള് ആ സമയം ഇരുന്ന് വളരെയധികം കഷ്ടപ്പെട്ട് പഠിക്കില്ലേ. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം വിചാരിക്കുക എനിക്ക് എക്സാം എടുക്കും, എക്സാം എനിക്ക് വേഗം ഉണ്ടാവും, അപ്പൊ എനിക്ക് കിടന്ന് ഓടാൻ പറ്റില്ല, എനിക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട്. ഞാൻ ഒരു നിമിഷം ലേസി ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സ്ലോ ആയിട്ട് നിൽക്കുമ്പോൾ അപ്പുറത്ത് വേറൊരാൾ ഇരുന്ന് വളരെ തകൃതിയായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ലിസ്റ്റിൽ നമ്മൾ ടോപ്പ് റാങ്കിൽ എത്താൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുക. എന്നെ കൊണ്ട് സാധിക്കും, എനിക്കതിനുള്ള കഴിവുണ്ടെന്ന് സ്വയം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു വാല്യൂം വളരെയധികം കൂടുതലായിരിക്കും. അത് മറ്റുള്ളവരുടെ മുന്നിലാണെങ്കിലും ശരി, നമുക്ക് സ്വയം സെൽഫായിട്ട് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നേടി എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് വെച്ചതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് താല്പര്യമുണ്ടെങ്കിൽ വേഗം നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങൾക്കത് തീർച്ചയായിട്ടും സഹായകമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് അടിക്കേണ്ടി വരില്ല, അത് ഞാൻ ഗ്യാരണ്ടി. കാരണം ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. കാരണം ഓരോരുത്തരുടെയും പഠനം അത്രയും നല്ലതാവട്ടെ എന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, വെറുതെ നമ്മൾ ഓരോ ദിവസം കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മളെ തന്നെ ഇടയ്ക്കൊന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ, ഇപ്പോൾ
എന്താണ് ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അതുകൂടെ അല്ലെങ്കിൽ എന്താണ് അതിന്റെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഡിവൈസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യണം എന്ന് പറയില്ല. അതുപോലെ തന്നെ നമ്മൾ എന്താണ് വേറെ ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമിന് ഇപ്പോൾ നമ്മൾ റിട്ടൺ എക്സാം ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ എഴുതിയതൊക്കെ ശരിയാണോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പഠിക്കുന്ന രീതിയൊക്കെ ശരിയാണോ എന്നുള്ളത് നമ്മൾ സ്വയം എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇത്രത്തോളം നമ്മൾ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സെൽഫ് ഇവാലുവേഷനും കൂടി നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.